ഹലോ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന എപ്പിസിയാണേ. എപ്പിസി നന്നായിട്ട് ഫ്ലവറായി നിൽക്കണം കണ്ട, നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണേ. ഫ്ലവർ ഇല്ലെങ്കിലും ഇത് ലീഫ് നല്ല ഭംഗിയാണ്. വെൽവെറ്റ് കണക്കാണ് ഇരിക്കുന്നത്. എന്താ നന്നായിട്ട് ഫ്ലവറായി നിൽക്കുന്നത്. ഈ പൂ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യേ. നമ്മളെ സാധാ നാടൻ 2-3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. ഇത് 5-6 ദിവസം ഈ ഫ്ലവർ നിൽക്കും. ഒരു ഫ്ലവർ ഹൈബ്രിഡ് ഐറ്റമാണേ. ഇതിന് വെയിൽ നേരിട്ട് ഇതിന് പാടില്ല. ഇതിന് വെള്ളം ഓവറായിട്ട് പാടില്ല. എന്നാലും ഞാൻ ഒരു നെല്ലീര ചുവട്ടിലാണ് ഇട്ടേക്കണത്. പക്ഷേ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് നിൽപ്പുണ്ടേ. ഇതിൻ്റെ ഈ പ്ലാന്റ്സ് അതിന് വളം നമുക്ക് കൊടുക്കാൻ ചാണകത്തിൻ്റെ തെളി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. രാസവളമൊന്നും അങ്ങനെ വലുതായിട്ട് കൊടുക്കാറില്ല. എന്നാൽ നല്ല ഭംഗിയായിട്ട് നിറയെ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇത് നിറയെ പൂ പിടിക്കുന്നുണ്ട്. നല്ല ഭംഗിൻ്റെ യെല്ലോ, റോസ് കളറ് ഒക്കെ കുറേ കളറ് വേറെ ഉണ്ട്. പക്ഷേ അതിലൊന്നും ഇത്ര ഫ്ലവറായില്ല. ഇതാണ് നല്ലതായിട്ട് ഫ്ലവറായി നിൽക്കുന്നത്. ഈ എപ്പിസിയ നടാൻ ലൂസായ മണൽ കൂടുതലുള്ളതാണ് ആവശ്യം. മണൽ, അല്പം ചകിരിച്ചോറ്, മണ്ണ്, അല്പം എല്ലുപൊടിയും. അതിന്ന് പ്ലാന്റ്സ് പിടിച്ചതിന് ശേഷം എല്ലുപൊടി, വേപ്പ് പിണ്ണാക്കൊക്കെ ചേർക്കാൻ പാടുള്ളേ. ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി, നിറയെ ഫ്ലവറാവും. പോട്ടി മിക്സായിട്ട് അല്പം ഇടയ്ക്ക് ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ആ പോട്ടിലാണ് നമുക്ക് ഈ എപ്പിസിയ നടേണ്ടത്. നല്ല ഹെൽത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് പിടിച്ച് കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ, എപ്പിസിയ ഇഷ്ടമായ, എപ്പിസിയ നല്ല ഭംഗിക്ക് ഫ്ലവറായി നിൽക്കണ കണ്ട കൂട്ടുകാരെല്ലാവരും ഇതുപോലെ എപ്പിസിയ വെച്ച് പിടിപ്പിക്കണേ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ എല്ലാം നല്ല ഭംഗിയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ, ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.